കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ നടുറോട്ടിൽ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മുഴുവൻ പ്രതികളും പിടിയിൽ. 4 പേരെയാണ് കോട്ടയം മുണ്ടക്കയത്ത് നിന്ന് പോലീസ് പിടികൂടിയത്. പ്രതികളുടെ വാഹനവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതികളെ കരുനാഗപ്പള്ളി പോലീസിന് കൈമാറി. വിവരങ്ങൾ നൽകാൻ മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കേസിൽ കഴിഞ്ഞ ദിവസം തന്നെ 4 പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു. ഇതിൽ കൃത്യത്തിൽ പങ്കെടുത്ത 2 പേരെയും ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്ന മറ്റ് 2 പേരെയുമാണ് പോലീസ് പിടികൂടിയിരുന്നത്. അതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മുണ്ടക്കയം എന്ന സ്ഥലത്ത് വെച്ച്, കോട്ടയം ജില്ലയിൽ വെച്ച് ബാക്കിയുള്ള 4 പേരെ കൂടെ പോലീസ് പിടികൂടുന്നത്. ഈ കരുനാഗപ്പള്ളി പോലീസ് ഈ മുഴുവൻ പ്രതികളെയും, അതായത് 8 പ്രതികളെയും നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ അന്വേഷണത്തിനൊടുവിൽ ഈ പ്രതികൾ പിടിയിലായിട്ടുള്ളത്. ഈ മുണ്ടക്കയം മുരിക്കും വയലിൽ വെച്ചാണ് ബാക്കിയുള്ള പ്രതികളെ കൂടെ പിടിയിലായിട്ടുള്ളത്. ഈ വാഹനവുമായി തമിഴ്നാട് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവർ. എന്നാൽ ഈ പോലീസിന്റെ വാഹന പരിശോധനയിൽ ഇവർ സഞ്ചരിച്ച വാഹനം ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് അന്വേഷണം നടത്തുകയുമായിരുന്നു. ഈ സ്ഥലത്തെ വച്ച് പോലീസ് പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഈ പ്രതികൾ ആദ്യം രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിനുശേഷം നാട്ടുകാരുടെ കൂടെ സഹായത്തോടെയാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. ഈ ആളൊഴിഞ്ഞ സ്ഥലത്തെ വീടിന് പിന്നിലായി ഇവർ ഒരുമിച്ച് നിൽക്കുന്നത് നാട്ടുകാർ കാണുകയും തുടർന്നാണ് ഇവരെ പിടികൂടുകയും ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ ജിം സന്തോഷ് കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള അലുവ അതുലിനെ കരുനാഗപ്പള്ളിയിൽ വെച്ച് ക്രൂരമായി ഈ സംഘം വെട്ടിക്കൊലപ്പെടുത്തുന്നത്. പൊതുമധ്യത്തിലായിരുന്നു, ആളുകളൊക്കെ നോക്കി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. എന്തായാലും കേരളത്തെ നടുക്കിയ കൊലപാതകം, ആ കൊലപാതകത്തിലാണ് പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. ഇനി ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കമ്മീഷണർ ഉൾപ്പെടെ സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഴുവൻ പ്രതികളും ഇപ്പോൾ പിടിയിലായ സാഹചര്യത്തിൽ മറ്റു നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. തെളിവെടുപ്പ് ഉണ്ടാകും. ഇപ്പോഴും ആ കാറ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ദേശീയപാതയിൽ നിന്ന് കാറിൽ ഇടിച്ചിട്ട ശേഷമാണ് അതിനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത്. കൂടെ ഉണ്ടായിരുന്ന മനു ചികിത്സയിലാണ്. ഈ അതുലുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ക്രിമിനൽ പശ്ചാത്തലമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. ജിം സന്തോഷ് കൊലക്കേസിലെ പ്രതിയാണ്. അതിനുശേഷവും 1-2 വ്യക്തികളെ ആക്രമിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ കുടിപ്പകയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിന് കാരണമായത്. എന്തായാലും ജനങ്ങളും ആശങ്കയിലാണ്. സാധാരണ ഈ ഗുണ്ടാ സംഘങ്ങളിലെ തലവന്മാരെയൊക്കെ ഈ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ തിരിച്ചും അത്തരത്തിലൊരു സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാതിരിക്കേണ്ടത് പോലീസ് അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കുന്നുവെന്നാണ് പറയുന്നത്. അതേസമയം തന്നെ നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും അത് കൃത്യമായി ശ്രദ്ധിക്കാതെ പോയതാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ള ഒരു ആരോപണം കൂടെ വരുന്നുണ്ട്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായി തന്നെയാണ് ഉയരുന്നത്. എന്തായാലും ഈ സമയത്ത് പോലീസ് അന്വേഷണം ഊർജിതമാക്കി മുഴുവൻ പ്രതികളെയും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ലഭിച്ച വിവരം. എന്തായാലും പ്രതികളുമായി പോലീസ് മറ്റ് നടപടികളിലേക്ക് കൂടെ കടക്കുകയാണ്.